ഹലോ നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ഇ ടി എഫ് എന്നും എന്തുകൊണ്ട് ഇ ടി എഫ് ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയി എടുക്കാമെന്നും ഏതൊക്കെ തരത്തിലുള്ള ഇ ടി എഫ് ആണ് നമുക്ക് ഉള്ളതെന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ, അതോടൊപ്പം തന്നെ ആർക്കൊക്കെ ഈ ഇ ടി എഫ് ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യാമെന്നും ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആർക്കൊക്കെ ഇ ടി എഫ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായി എടുക്കാമെന്ന് നോക്കാം. ഇ ടി എഫ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നാണ് മുഴുവനായി അതിന്റെ പേര്. അതായത് നമ്മൾ ഒരു ഇൻഡെക്സിന്റെയോ, നമ്മൾ ഇന്ത്യയിലുള്ള ഒരു ഇൻഡെക്സ് പറഞ്ഞാൽ നിഫ്റ്റി 50 എന്ന ഇൻഡെക്സിന്റെ ഒരു ചെറിയ ഒരു ഭാഗം എന്ന് പറയാം ഇ ടി എഫ്. അതായത് നിഫ്റ്റി ബീസ് എന്ന് പറയുന്ന ഇ ടി എഫ് നിഫ്റ്റി 50യുടെ ഒരു ചെറിയ നമുക്ക് സ്റ്റോക്ക് പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അതുപോലെ നമുക്ക് ഗോൾഡ് ബീസ് അവൈലബിൾ ആണ്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. അതുപോലെ തന്നെ ഐ ടി ബീസ്, ഐ ടി സെക്ടറിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ടി ബീസ് നമുക്ക് അവൈലബിൾ ആണ്, അതൊരു ഇ ടി എഫ് ആണ്. ഇത് ആർക്കൊക്കെ നമുക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായി കൊടുക്കാം എന്ന് നോക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയതായി വരുന്ന ഒരാൾക്ക് എവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരു സ്ഥിതി വരുമ്പോൾ അവർക്ക് ബ്ലൈൻഡ്ലി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇ ടി എഫ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ലോങ് ടേം ഒരു ഗോളിനായി, അതായത് റിട്ടയർമെന്റ് പ്ലാനിനായോ അല്ലെങ്കിൽ പിള്ളേരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഏതെങ്കിലും ഒരു ലോങ് ടേം ഒരു പ്ലാനിന് വേണ്ടി അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അതായത് വളരെ റിസ്ക് കുറഞ്ഞ് എന്നാൽ റിട്ടേൺ കിട്ടുന്ന ഒരു പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇ ടി എഫ് ഏറ്റവും മികച്ചതാണ്. ഇനി നമുക്ക് എന്തെല്ലാം കാരണങ്ങളാണ് ഇ ടി എഫ് മികച്ചത് എന്ന് പറയാം എന്ന് നോക്കാം. ഇ ടി എഫിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ഗുണം, അതായത് അത് നമ്മൾ ഈ ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫണ്ട് അത് പോകുന്നത് മൾട്ടിപ്പിൾ സ്റ്റോക്കുകളിലേക്കാണ്. നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നിഫ്റ്റി 50യുടെ, അതായത് നിഫ്റ്റി ബീസ് എന്ന് പറയുന്ന ഇ ടി എഫ് ഒരു എക്സാമ്പിൾ എടുത്താൽ, ഒരു നിഫ്റ്റി ബീസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏകദേശം പോകുന്നത് 50 ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിലേക്കാണ്. അതായത് നിങ്ങൾ ബ്ലൈൻഡ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് 50 കമ്പനിയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ പോവാൻ സാധ്യതയുള്ളത് ഈ 50 കമ്പനികളും പരാജയപ്പെടുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ 50 കമ്പനികളിൽ ഏതെങ്കിലും അണ്ടർ പെർഫോം ചെയ്യുകയാണെങ്കിൽ അത് ഓൾറെഡി റിമൂവ് ചെയ്ത് പെർഫോം ചെയ്യുന്ന കമ്പനികളെ ആഡ് ചെയ്യുന്ന ഒരു കാര്യവും ഇതിന്റെ ബാക്കെൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ചെയ്യുന്നത് NSE ആണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, എപ്പോഴും നമ്മുടെ പൈസ ഒരു സേഫ് ആയിട്ടുള്ള കമ്പനികളിൽ മാത്രമായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം നോക്കിയാൽ, നമ്മൾ കഴിഞ്ഞ ഒരു 10-28 വർഷങ്ങളുടെ ഒരു റിട്ടേൺസ് നോക്കിയാൽ, നിഫ്റ്റി 50യുടെ റിട്ടേൺസ് നോക്കിയാൽ ഏകദേശം 12% നമുക്ക് വളർച്ച കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും നമ്മൾ നിഫ്റ്റി ബീസിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും മറ്റ് ഇൻഡെക്സുകളുടെ ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗ്രോത്ത്. അതിന്റെ ഇൻഡെക്സിന്റെ ആധാരമായിരിക്കും അതിന്റെ ഗ്രോത്ത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇതിന്റെ റിസ്ക് നമുക്ക് കുറയുന്നത് NSE തന്നെ, ഈ പറയുന്ന 50 കമ്പനികളുടെ NSE തന്നെ ഇതിന്റെ ഗ്രോത്ത് ഇവാലുവേറ്റ് ചെയ്ത് സമയാസമയങ്ങളിൽ റിമൂവ് ചെയ്യുകയും പുതിയ കമ്പനികൾ ആഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ചെയ്യുന്നത് വഴി ഈ നിഫ്റ്റി 50യുടെ ഗ്രോത്ത് വളരെ ബാലൻസ്ഡ് ആയി പോയിക്കൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇതിൽ എക്സ്പെൻസ് വളരെ കുറവാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ആ ഫണ്ട് മാനേജർ ആയിരിക്കും ഈ സ്റ്റോക്കുകൾ ഏതൊക്കെ വാങ്ങണമെന്നും വിൽക്കുന്നതെന്നും തീരുമാനിക്കുന്നതും അവരുടെ ഒരു സ്ട്രാറ്റജി ബേസും ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്ന ഒരു ചാർജ് എല്ലാ വർഷവും ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടി വരുന്നു. പക്ഷെ നമ്മൾ ഒരു ഇ ടി എഫിൽ, ഏതെങ്കിലും ഒരു ഇ ടി എഫിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം അവിടെ വരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഇ ടി എഫിന്റെ ഗ്രോത്ത് ഡയറക്ട്ലി റിലേറ്റഡ് ആണ് നമ്മുടെ ഇൻഡെക്സുമായിട്ട്. അതുകൊണ്ട് തന്നെ ഇൻഡെക്സിലെ വരുന്ന മാറ്റങ്ങൾ അത് ഒരു ഫണ്ട് മാനേജർ എടുക്കുന്ന തീരുമാനങ്ങളല്ല. NSE ഒരു ഫണ്ട് ബാലൻസ് ചെയ്യുന്നതിനായി എടുക്കുന്ന തീരുമാനങ്ങൾ വഴി ഇതിലെ കമ്പനികൾ ഇതിൽ നിന്ന് മാറ്റുകയും പുതിയത് ആഡ് ചെയ്യുന്നതും വഴി ഇത് ഒരു പാസീവ് മെത്തേഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതിയാണെന്ന് പറയാം. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഭൂരിഭാഗവും ആക്റ്റീവ്ലി മാനേജ് ഫണ്ടുകളായിരിക്കും. അടുത്തൊരു കാര്യം ലിക്വിഡിറ്റിയാണ്. ഇതിന്റെ ലിക്വിഡിറ്റിയും ഒരു ട്രാൻസ്പെറൻസിയും ഈ ഫണ്ടുകളിലുള്ള, നമുക്ക് ലിക്വിഡിറ്റി പരിശോധിച്ചാൽ ഇത് ഏത് സമയം, ഇപ്പൊ നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങി വിൽക്കുന്നത് പോലെ ഏത് ഇ ടി എഫുകളും നമുക്ക് ഇന്ന് വാങ്ങി ഇന്ന് തന്നെ വിൽക്കുമോ, അല്ലെങ്കിൽ ഇന്ന് വാങ്ങി അടുത്ത ഒരാഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞോ നമുക്ക് ഈസി ആയിട്ട് വിൽക്കാവുന്നതാണ്. മാർക്കറ്റ് തുറന്നാൽ ഉടനെ തന്നെ നമുക്ക് ആ ഇ ടി എഫ് നമുക്ക് വിറ്റ് നമുക്ക് ആ ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ടുകളിൽ
ഇത്തരത്തിൽ വിൽക്കുന്നതും വാങ്ങുന്നതും കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മളൊരു ഷോർട്ട് ടേം ആയിട്ടാണ് മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ എങ്കിൽ ഇതിൽ വരുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ 6 മാസത്തിനുള്ളിൽ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു എക്സിറ്റ് ലോഡ് ചാർജസ് ആയിട്ട് വരുന്നതാണ്. പക്ഷേ ആ തരത്തിലുള്ള ചാർജുകളൊന്നും ഒരു ETF-ൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്നില്ല. കൂടാതെ ഒരു ട്രാൻസ്പെറൻസി, നമ്മൾ ETF-ൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ട്രാൻസ്പെറൻസി എന്തെന്നാൽ നമ്മൾ ഇപ്പോൾ വാങ്ങിക്കുന്ന പ്രൈസ് 250 റുപ്പീസ് ആണെങ്കിൽ ഒരു ETF-ന്റെ ആ ദിവസം തന്നെ വരുന്ന ഒരു പ്രൈസ് മൂവ്മെന്റ് അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബ്രോക്കർ ആപ്ലിക്കേഷനിൽ കാണാവുന്നതാണ്. എത്രയാണ് ഇന്ന് പ്രൈസ് മൂവ് ചെയ്തതെന്നും എത്ര മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ വന്നതെന്നും നമുക്ക് അപ്പോൾ തന്നെ കാണാം. പക്ഷേ മ്യൂച്വൽ ഫണ്ടുകളിൽ വരുന്ന NAV ആയിട്ടാണ് നമുക്ക് ഇത് വരുന്നത്, പ്രൈസ് ആയിട്ടല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ NAV കാൽക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാ ദിവസവും രാത്രി 11 മണിക്കായിരിക്കും. നമുക്ക് അതുകൊണ്ട് ഒരു ആക്റ്റീവ് ആയിട്ട് നമുക്ക് എത്ര നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വളർന്നെന്നോ കുറഞ്ഞതോ നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല. നമുക്ക് നാലാമത്തെ കാര്യം വരുന്നത്, നമുക്ക് ഇതിലൊരു ഫണ്ട് മാനേജർ വഴി വരാവുന്ന ഒരു റിസ്ക് വരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ETF ഒരു പാസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡിലേക്കാണ് ഇൻവെസ്റ്റ് ആവുന്നത്. നമ്മുടെ ETF ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എല്ലാ ETFകളും ഒരു ഇൻഡെക്സിനെ ആധാരമായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ ഇൻഡെക്സിൽ വരുന്ന മാറ്റങ്ങൾ മാത്രമേ ഇതിൽ റിഫ്ലക്ട് ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ പെട്ടെന്ന് വരുന്ന ഒരു ചേഞ്ചസോ ഒന്നും നമുക്ക് അഫക്റ്റ് ആവുന്നില്ല. പക്ഷേ ഒരു മ്യൂച്വൽ ഫണ്ടിൽ വരുന്ന ഒരു ചേഞ്ചസ്, ഒരു ഹ്യൂമൻ വരുന്ന ഒരു മിസ്റ്റേക്കുകളോ എന്തെങ്കിലും നമുക്ക് ആ ഫണ്ടിൽ അതേപോലെ റിഫ്ലക്ട് ആവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്നത്, ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് എന്തായാലും നമുക്ക് ETF-ൽ പറയാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF എപ്പോഴും ഒരു ഇൻഡെക്സ്, ഒരു നിഫ്റ്റി 50 അല്ലെങ്കിൽ ഒരു നിഫ്റ്റി ITO പോലുള്ള ഇൻഡെക്സിനെ ആധാരമായിരിക്കും. അപ്പോൾ എപ്പോഴും എങ്ങനെ നമ്മുടെ ഇൻഡെക്സിന് ഗ്രോത്ത് വരുന്നു അതേപോലെ തന്നെ നമ്മുടെ ETF-നും ഗ്രോത്ത് വരുന്നതാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ എപ്പോഴും പല സെക്ടറുകളിൽ നിന്നുള്ള പല സ്റ്റോക്കുകളായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അഞ്ചാമത്തെ കാര്യം, ഇത് എങ്ങനെ ETF എങ്ങനെ ഒരു സേഫ് ആൻഡ് സെക്യൂർ ഒരു ഇൻസ്ട്രുമെന്റ് ഓപ്ഷൻ ആവുന്നു. ഇന്ത്യയിലെ മറ്റേ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളുടെ റെഗുലേറ്ററായ സെബി തന്നെയാണ് ETF-ഉം റെഗുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് ഏത് ഇൻസ്ട്രുമെന്റ് പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ സ്റ്റോക്കുകൾ പോലെ തന്നെ ഒരു സേഫ് ആയ മെത്തേഡ് തന്നെയാണ്. ETF-കൾ എപ്പോഴും ഒരു ഇൻഡിപെൻഡന്റ് ട്രസ്റ്റുകളുടെ അടിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കമ്പനി ഓൺ ചെയ്യുന്ന ഒരു റിസ്കുകളൊന്നും അവിടെ വരുന്നില്ല. ആറാമതായി, ഇത് എന്തുകൊണ്ട് ഒരു ലോങ് ടേം വെൽത്ത് ക്രിയേഷനായി നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഏറ്റവും പ്രധാന കാര്യം, നമുക്കിത് ഒരു SIP മോഡൽ, ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് മോഡൽ എന്ന രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് ഇതൊരു SIP പ്ലാനായി ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ ഒരു റിട്ടയർമെന്റ് പ്ലാനിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫണ്ടിന് വേണ്ടിയോ ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു ദീർഘകാലത്തേക്ക് വലിയൊരു എമൗണ്ട് റിട്ടേൺസ് കിട്ടുന്നതിനായി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഏഴാമതായി, ഇതിനൊരു ടാക്സ് എഫിഷ്യൻസി നോക്കിയാൽ നമ്മളൊരു ദീർഘകാലത്തേക്ക് ETF നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിന്റെ ക്യാപിറ്റൽ ഗെയിൻസ് വരുന്നത് മ്യൂച്വൽ ഫണ്ടുകളെ പോലെ തന്നെയാണ്. അടുത്ത നമുക്ക് ETF-ഉം മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് മോഡ്, ഇത് ഇൻവെസ്റ്റ്മെന്റ് മോഡ് വരുമ്പോൾ ഇതിൽ ETF-ൽ വരുന്നത് ഡയറക്റ്റ് ഒരു സ്റ്റോക്ക് പോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ വരുമ്പോൾ അത് NAV ബേസ്ഡ് ആണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് NAV അറിയാൻ കഴിയുന്നത്, NAV വാല്യൂ അറിയാൻ കഴിയുന്നത് എൻഡ് ഓഫ് ദ ഡേ, അതായത് ഒരു 11 മണിക്ക് ശേഷമാണ്. എക്സ്പെൻസ് റേഷ്യോ നോക്കിയാൽ നമുക്ക് ETF-ല് എക്സ്പെൻസ് റേഷ്യോ ഇല്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ വരുമ്പോൾ എക്സ്പെൻസ് റേഷ്യോ നമുക്ക് ഫണ്ടുകൾ ഒരു ആക്റ്റീവ് ഫണ്ട് ആണെങ്കിൽ അവിടെ എക്സ്പെൻസ് റേഷ്യോ വരുന്നു. നമുക്ക് ലിക്വിഡിറ്റി നോക്കിയാൽ നമുക്ക് ലിക്വിഡിറ്റി ETF-ൽ വളരെ ഹൈ ആണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ വരുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇന്നിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ, ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു നേരത്തെ, ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ NAV നമുക്ക് റിഫ്ലക്ട് ആവുന്നത് എൻഡ് ഓഫ് ദ ഡേ 11 മണിക്കാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് നമുക്കൊരു 6 മാസത്തിനുള്ളൂ അല്ലെങ്കിൽ അതിന്റെ മ്യൂച്വൽ ഫണ്ടിന്റെ പ്ലാൻ അനുസരിച്ച് ഒരു എക്സിറ്റ് ചാർജസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ എക്സിറ്റ് നമ്മൾ ഏർലി എക്സിറ്റ് ചെയ്യുമ്പോൾ ഒരു 6 മാസത്തിന് മുന്നേ ആണെങ്കിൽ നമുക്ക് അതിന് ചാർജും വരുന്നതാണ്. ഇതൊന്നും നമുക്ക് ETF-ൽ വരുന്നില്ല. അടുത്തത് ഫണ്ട് മാനേജ്മെന്റ്. ഫണ്ട് മാനേജ്മെന്റ് ETF-ൽ വരുന്ന പാസീവ് ആയിട്ടാണ്. നമ്മൾ ഒരു ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ വരുമ്പോൾ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള, അതായത് മോസ്റ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള ഫണ്ട് മാനേജ്മെന്റ് ആണ് മ്യൂച്വൽ ഫണ്ടിൽ നടക്കുന്നത്. അടുത്തത് നമുക്ക് റിസ്ക് ആണ് നോക്കേണ്ടത്. ഇതിൽ റിസ്ക് നമ്മൾ ETF-ൽ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ റിസ്ക് ആണ് നമുക്ക് ETF-ൽ വരുന്നത്. നമ്മുടെ റിസ്ക് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിന്റെ റിസ്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ ETF-ൽ വരുന്നത്. പക്ഷേ അതൊരു മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ വരുമ്പോൾ നമ്മുടെ ഒരു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് റിസ്ക് ആയെന്ന് പറയാം നമുക്ക്. ഒന്നാമത്തെ കാര്യം, ഈ ഫണ്ട് മാനേജർ ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി എടുക്കുന്ന ഏതൊരു തീരുമാനവും ആ ഫണ്ടിന്റെ ഗ്രോത്തിന് ആസ്പദമായിരിക്കും. ഇദ്ദേഹം എടുക്കുന്ന ഏതെങ്കിലും ഒരു തീരുമാനം ശരിയല്ല എങ്കിൽ
ആ ഫണ്ടിൽ അത് അതേപോലെ റിഫ്ലക്ട് ചെയ്യും. കൂടാതെ പലതരത്തിലുള്ള സെക്ടറുകളിൽ നിന്നുള്ള സ്റ്റോക്കുകളിലേക്കായിരിക്കും ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സെക്ടറിൽ വരുന്ന ഒരു ബാഡ് ന്യൂസ് ആ സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളെ വളരെ സാരമായി ബാധിക്കാനും ചാൻസുകളുണ്ട്. ഇനി നമ്മൾ ടാക്സേഷൻ നോക്കിയാൽ, ടാക്സേഷൻ ETF ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെയുള്ള ടാക്സേഷൻ ആണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ വരുമ്പോൾ ETF വരുന്നതിനേക്കാൾ കുറച്ചും കൂടി ഹയർ ടാക്സേഷൻ ആയിരിക്കും നമുക്ക് അതിൽ വരുന്നത്. അടുത്തതായി ട്രാൻസ്പെറൻസി നോക്കിയാൽ, നമുക്ക് ട്രാൻസ്പെറൻസി ഞാൻ പറഞ്ഞു നേരത്തെ, നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടും നമുക്ക് ETF നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. ഇപ്പൊ ഇന്ന് വാങ്ങിയ പ്രൈസ് അന്ന് തന്നെ അതിന്റെ പ്രൈസ് മൂവ്മെന്റ് അനുസരിച്ച് നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കിംഗ് ആപ്പിൽ നമുക്ക് ലിസ്റ്റ് ആവുന്നു. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ, അതിൽ മ്യൂച്വൽ ഫണ്ടിൽ വരുന്ന അപ്ഡേറ്റ്സ് വരുന്നത് രാത്രി 11 മണിക്ക് ശേഷം മാത്രമാണ്. അതും NAV ആയിട്ടായിരിക്കും നമുക്ക് അതിന്റെ അപ്ഡേറ്റ്സ് വരുന്നത്, പ്രൈസ് ആയിട്ടല്ല. അപ്പൊ നമ്മൾ ഇത്രയും സമയം നമ്മൾ ഡിസ്കസ് ചെയ്ത ETF കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ബ്രേക്ക് പോയിന്റ് ആപ്ലിക്കേഷനിൽ നമ്മളൊരു പുതിയൊരു ഫീച്ചർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അത് ETF ട്രെൻഡ് റൈഡർ എന്നാണ്. എന്താണ് ഈ ഫീച്ചർ എന്നും ഇത് എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നൊക്കെയാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ETF ട്രെൻഡ് റൈഡർ എന്ന് പറയുന്നത് നമ്മളൊരു കുറച്ച് പല സെക്ടറുകളിലുള്ള പലതരത്തിലുള്ള ETFകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കത് എപ്പോൾ വാങ്ങാമെന്നും വിൽക്കാമെന്നും ഉള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു സ്കാനറാണ് നമ്മൾ ബ്രേക്ക് പോയിന്റിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ഈ കാണുന്നത് ETF ട്രെൻഡ് റൈഡറിന്റെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ 23/5/2024 മുതൽ 19/3/2025 വരെയുള്ള കുറച്ച് ട്രേഡുകളെ ആസ്പദമാക്കിയാണ്. അതായത് 28 ട്രേഡുകളാണ് നമുക്ക് ആ കാലയളവിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ വരുന്നത് ഒരു 7 തരത്തിലുള്ള ETFകളാണ്. ഈ ETFകൾ ഈ കാലയളവിൽ എത്ര ട്രേഡ് വന്നെന്നും ടോട്ടൽ എത്ര പ്രോഫിറ്റ് വന്നെന്നും എത്ര ലോസ് വന്നും എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് നോക്കിയാൽ അറിയാം, ടോട്ടൽ നമുക്ക് 28 ട്രേഡ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഓരോ ETF നോക്കുമ്പോഴും അത് ഈ 8 ട്രേഡ്സ് എടുത്തപ്പോഴും അല്ലെങ്കിൽ ആ പറഞ്ഞ ട്രേഡ്സ് എടുത്തപ്പോഴും എത്ര പ്രോഫിറ്റ് നമുക്ക് വന്നു എന്ന് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണിക്കുന്ന ഈ ഡേറ്റ കഴിഞ്ഞ 7-ാം തീയതി വരെയുള്ള ഒരു ഡേറ്റയാണ്. അതായത് ഇതുവരെ എത്ര ETFകൾ ആക്റ്റീവ് ആണെന്നും അത് എത്ര ഡേയ്സ് ആയിട്ട് ഓപ്പൺ ആയിരിക്കുന്നെന്നും ഇതുവരെ എത്ര റിട്ടേൺസ് തന്നുവെന്നും എന്നുള്ള ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ. നമുക്ക് ഈ ഫീച്ചർ, ഈ സ്കാനർ നമുക്ക് ബ്രേക്ക് പോയിന്റ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ വളരെ ഈസി ആയിട്ട് കാണാവുന്നതാണ്.